2009 മുതൽ ഞാൻ ചെയ്ത പോലെ എന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തിൽ ഞാൻ വോട്ട് ചെയ്തു. എന്റെ അമ്മ എന്റെ ഒപ്പം എല്ലാ തവണയും വന്നിട്ടുണ്ടായിരുന്നു. ഈ തവണ ഈ പുതിയ ഒരു നിയമം വന്ന ശേഷം വോട്ട് ഫ്രം ഹോം അവകാശപ്പെട്ടിട്ട് എന്റെ 88 വയസ്സായ അമ്മ വീട്ടിൽ വോട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ വിശ്വാസമാണ്, വോട്ടും ടാക്സും ഒരു പൗരന്റെ കടമയാണ്. അതിനെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ട് ചെയ്യണം. അത് ജനാധിപത്യത്തിനെയും നമ്മുടെ രാജ്യത്തിന്റെ ഒരു അത്യാവശ്യമായ കാര്യമാണ്. അത് രണ്ടിലും ഞാനും എൻ്റെ അമ്മയും ഒരു വീഴ്ചയില്ലാണ്ട് എപ്പോഴും ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടും ഈ സ്ട്രെസ്സും ഈ തിരക്കിലും ഒക്കെ കാരണം ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തിൽ വോട്ട് ചെയ്യുന്നു. മറ്റേവരൊക്കെ ഈ സ്ഥലത്തിന് അവകാശപ്പെട്ടവര് വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല, അവർക്ക് പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ എന്റെ കമ്മിറ്റ്മെന്റ് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് എന്നാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം വരുമ്പോൾ തിരുവനന്തപുരം എന്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാണ്. ഇപ്പൊ എന്റെ നാടായി. എന്റെ താമസം ഇവിടെ തന്നെയാണ്. എനിക്ക് വേറെ എവിടെയും പോയി താമസിക്കാൻ ഉദ്ദേശമില്ല, പ്രോപ്പർട്ടി ഇല്ല. എന്റെ അവസാനത്തെ അഡ്രസ് തിരുവനന്തപുരം തന്നെ ആയിരിക്കും. ആ കമ്മിറ്റ്മെന്റ് ആത്മാർത്ഥതയോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി രണ്ട് കാര്യങ്ങളൊന്ന് പറയട്ടെ. നിങ്ങൾക്കറിയണം, ഞാൻ എല്ലാ ജംഗ്ഷനിലും ഞങ്ങളുടെ പര്യടനത്തിലും പറയുന്ന ഒരു കാര്യം എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ മത്സരിക്കുന്നത് നമ്മളുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. BJPയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ 10 വർഷക്കാലം BJP ഭരണം, BJP സർക്കാർ വന്ന ശേഷം ഈ രാജ്യത്ത് വന്ന വർഗീയതയും വിദ്വേഷവും അന്യായങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ മാറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത്. എല്ലാ ജാതി, എല്ലാ മതം, എല്ലാ ഭാഷ, എല്ലാ സമുദായം, എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും ഭാരതീയ പൗരന്മാരാണ്. അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പഴയ്ക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണമെന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പൊ കോൺഗ്രസ് പാർട്ടിയും ഞാനും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ്, BJPയെ തോൽപ്പിക്കണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 തവണ തിരുവനന്തപുരത്തിൽ BJP ആണ് 2ാം സ്ഥാനത്ത് വന്നത്. ഞാൻ അഭിമാനത്തോട് പറയുന്നത് 2 തവണ അവരുടെ വലിയ വെല്ലുവിളിയെ എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. എന്റെ സുഹൃത്തുക്കള് LDFിനെ ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പനിയൻ സാറ്, അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, 2 തവണ LDF 3ാം സ്ഥാനത്തിൽ എത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം. ഈ BJP തോൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കും എന്റെ പാർട്ടിക്കും ഏറ്റെടുക്കാൻ ആവശ്യം. എന്റെ ഘടകകക്ഷി CP ജോണപ്പൻ നിൽക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ, UDF ഘടകകക്ഷികൾ കേരളത്തിനകത്തുണ്ടായാലും ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. എനിക്കൊരു ചെറിയ ഒരു അതിശയം തോന്നിയത് ഈ തെരഞ്ഞെടുപ്പിൽ, ഞാൻ എല്ലാ സ്റ്റോപ്പിലും, എല്ലാ ജംഗ്ഷനിലും, എല്ലാ പ്രസംഗത്തും BJPയെതിരെ സംസാരിക്കുമ്പോഴും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മുടെ LDF സ്ഥാനാർത്ഥികള് ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൽ അവരുടെ പ്രചരണത്തെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എന്റെ എതിരെ മാത്രമേ പ്രചരണം ഞാൻ കേട്ടുള്ളൂ. BJP സ്ഥാനാർത്ഥിയോ, BJP ദുർഭരണമോ, BJP സർക്കാരിനെതിരെ ഒരു വാക്ക്, ലെഫ്റ്റിന്റെ വാക്കെന്നോ ലെഫ്റ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ ഞാൻ കേട്ടില്ല. നിങ്ങൾ എന്നെക്കാട്ട് കൂടുതൽ അവരെ കാണാൻ സാധിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേറെ വല്ല വാർത്ത അറിയിച്ചാൽ മതി. അപ്പോ ഞാൻ BJPയെ തോൽപ്പിക്കാൻ ഇറക്കുന്ന ഒരു സമയത്തിൽ LDFകാര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാൻ മാത്രം ഇറങ്ങുമ്പോൾ അത് ഒരു അതിശയപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഉദ്ദേശമോ അർത്ഥമോ കാരണമോ ഒന്നും ഞാൻ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് BJPയും എന്റെ എതിരാണ് അവരുടെ 100% പ്രചരണം. LDF സ്ഥാനാർത്ഥിയുടെ LDF സർക്കാരിന്റെ എതിരോ LDFന്റെ എതിരോ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. ഇതെന്താണ്, ഒരു ഫ്രണ്ട്ലി മാച്ചാണോ നടക്കണം മറ്റ് 2 എതിരാളികളുടെ ഒപ്പം എന്നൊരു ചോദ്യമാണ്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനോ ക്രിക്കറ്റ് പ്രേമിയായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫ്രീ ആൻഡ് ഫെയർ മാച്ച്. അതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വന്നു, എൻ്റെ രാഷ്ട്രീയ നിലപാട് നേരിട്ട് നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വോട്ട് ചെയ്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളുടെ വോട്ട് അഭ്യർത്ഥിച്ചത്. അതോടെ ഞാനിപ്പോൾ വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നു.
അടുത്ത മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ BJP തോൽപ്പിക്കാനുള്ള ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJP തോൽപ്പിക്കാൻ ഒരു ക്രോസ് വോട്ടിംഗ് ഞാൻ അത് ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇതുവരെ കേൾക്കുന്നത് ലെഫ്റ്റിന്റെ ആൾക്കാര് പിന്നെ എന്നെയാണ് എതിർക്കുന്നത്, BJP എന്നെ എതിർക്കുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള ക്രോസ് വോട്ടിംഗ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കറിയില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.